ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 4 ആണ്, ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾ. സോ ലീനിയർ ഇക്വേഷൻസ് ഇൻ 1 വേരിയബിൾ എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുള്ളതാണ്. സോ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാത്തമെറ്റിക്കൽ പ്രോബ്ലംസിനെ ഇക്വേഷൻസ് ആക്കി മാറ്റുകയും അതുവഴി, അതായത് വലിയ പ്രോബ്ലംസുകളെ നമ്മൾ ചെറിയ ഇക്വേഷനുകളാക്കി മാറ്റി സോൾവ് ചെയ്ത് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ആദ്യമായിട്ട് ടെക്സ്റ്റിൽ പ്രോബ്ലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ മുമ്പ് പഠിച്ച പോർഷൻസിനെ പറ്റി ഒരു ചെറിയ ഐഡിയ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇൻട്രൊഡക്ഷനിൽ പറയുന്നതാണ്, സോ ഇൻ ഏർലിയർ ക്ലാസ്സസ് യു ഹാവ് സ്റ്റഡീഡ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 1 വേരിയബിൾ. സോ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ ലീനിയർ ഇക്വേഷൻസ് ഇൻ 1 വേരിയബിൾസ് നമ്മൾ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അത് ഇതാണ്. ഒരു എക്സാമ്പിൾ നോക്കുക. എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എക്സ് പ്ലസ് √2 ഇസ് ഈക്വൽ ടു 0. ഇതാണ് ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ. അതായത് ഇവിടെ ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ, അതാണ് എക്സ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ സൊല്യൂഷൻ നോക്കുവാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 1 ഇപ്പുറത്ത് പോകുമ്പോൾ -1, ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു √2 ഇപ്പുറത്ത് പോകുമ്പോൾ -2. സോ ഇവിടെ ഇതിന് സൊല്യൂഷൻ ഉണ്ട്. അത് യുണീക്ക് സൊല്യൂഷൻ ആണ് അല്ലെങ്കിൽ സിംഗിൾ സൊല്യൂഷൻ ആണെന്ന് പറയാം. ഓക്കെ, ഇതാണ് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിരുന്നത്. സോ യു ഓൾസോ നോ ദാറ്റ് സച്ച് ഇക്വേഷൻസ് ഹാവ് യുണീക്ക് അല്ലെങ്കിൽ വൺ ആൻഡ് ഓൺലി വൺ സൊല്യൂഷൻ. ഈ ഇക്വേഷൻസ് you may also remember how to represent the solution on a number line. So ഈ സൊല്യൂഷൻ ഒരു നമ്പർ ലൈനിൽ എങ്ങനെ അടയാളപ്പെടുത്തും എന്ന് നിങ്ങൾ ഒരു പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്? ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും അടയാളപ്പെടുത്തുന്നത്? 0, 1, -1, -2. എക്സ് ഇസ് ഈക്വൽ ടു -1 മീൻസ് ഇതാണ് സൊല്യൂഷൻ. ഇതാണ് എന്ത്? എക്സ് ഇസ് ഈക്വൽ ടു -1, എക്സ് ഇസ് ഈക്വൽ ടു -√2 അങ്ങനെ. സോ ഈ വർഷം നമ്മൾ √2 ഒക്കെ നമ്പർ ലൈനിൽ അടയാളപ്പെടുത്തുന്ന പഠിക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. സോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ലീനിയർ ഇക്വേഷൻ 1 വേരിയബിളിനെ പറ്റി, അതിനെ എങ്ങനെ നമ്പർ ലൈനിൽ അടയാളപ്പെടുത്തും എന്നുള്ളത് നമ്മൾ പഠിച്ചതിനെ പറ്റിയാണ്. ഓക്കെ, സോ ഇൻ ദിസ് ചാപ്റ്റർ ദ നോളജ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 1 വേരിയബിൾ ഷാൽ ബി റീകോൾഡ് ആൻഡ് എക്സ്റ്റെൻഡഡ് ടു ദാറ്റ് ഓഫ് 2 വേരിയബിൾസ്. അതായത് ഈ ചാപ്റ്ററിൽ നമ്മൾ ലീനിയർ ഇക്വേഷൻസ് ഇൻ 1 വേരിയബിളിൽ നിന്നിട്ട് എങ്ങോട്ട് പോവുകയാണ്? 2 വേരിയബിൾസിലേക്ക് പോവുകയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കുറെ ഡൗട്ട്സ് വന്നേക്കാം. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസിൽ സൊല്യൂഷൻ ഉണ്ടോ? സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് യുണീക്ക് ആണോ? അതായത് ഒറ്റ സൊല്യൂഷൻ ആണോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിലും ആണെങ്കിലും അത് എങ്ങനെ നമ്മൾ നമ്പർ ലൈനിലോ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്ലെയിനിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും? അതിനെപ്പറ്റിയൊക്കെ പിന്നീട് നമുക്ക് നോക്കാം. സോ ഫസ്റ്റിലെ ഒരു ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഫിഗർ 4.1. അത് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല, അതിനാലും നമുക്കൊന്ന് നോക്കിയേക്കാം. ലീനിയർ ഇക്വേഷന്റെ 1 വേരിയബിൾ 2x + 5 ഇസ് ഈക്വൽ ടു 0. ഇതും ഒരു ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ ആണ്, ഒരേ ഒരു വേരിയബിളേ ഉള്ളൂ. സോ 2x ഇസ് ഈക്വൽ ടു 5 അപ്പുറത്ത് പോകും -5, x ഇസ് ഈക്വൽ ടു -5/2. നിങ്ങൾക്കറിയാം -5/2 എന്ന് പറഞ്ഞാൽ 5/2 എന്താണ്? 2.5. -5/2 -2.5. അതെങ്ങനെയായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? 0, 1, 2, -1, -2, പിന്നെന്തായിരിക്കും? -3. സോ -2.5 ഇവിടെ ആയിരിക്കും വരുന്നത്. സോ ഇവിടെ ആയിരിക്കും -5/2 എന്നുള്ള ടേം എന്ത് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ നമ്പർ ഇവിടെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻസ് ഇൻ 1 വേരിയബിളിനെ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇപ്പൊ ഇതൊന്നും എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ഇത്രേ ഉള്ളൂ. ഈ ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. So while solving an equation, linear equations or ഏത് equations, okay, you must always keep the following points in mind. അതായത് അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ x + y = 20, സോറി x + 7 = 20.
അപ്പൊ ഇതിന്റെ കൂടെ സെയിം നമ്പർ ഈസ് ആഡ് ഓർ സബ്ട്രാക്റ്റഡ് ഫ്രം ബോത്ത് സൈഡ് ഓഫ് ആൻ ഇക്വേഷൻ. ഒന്നുകിൽ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്കൊരു സെയിം നമ്പർ ആഡ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ x+7 +2 ആഡ് ചെയ്താൽ ഇവിടെ എന്ത് ചെയ്താൽ മതി, +2 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ x+7 -5 കുറയ്ക്കുവാണെങ്കിൽ ഇപ്പുറത്തും എന്ത് ചെയ്താൽ മതി, 5 കുറച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് വാല്യൂല് ചേഞ്ച് ഒന്നും തന്നെ വരുന്നില്ല എന്നുള്ളതാണ്. അതേ കണക്ക് തന്നെ ഡിവിഷനും സബ്ട്രാക്ഷനും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും നമുക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ x+7 ഇൻറ്റു ഒരു 5 ചെയ്യാം, അപ്പുറത്തും 5 ഇൻറ്റു എന്ത് ചെയ്താൽ മതി, 20 ചെയ്താൽ മതി. സോ അതേ കണക്ക് തന്നെ x+7 ഡിവൈഡ് ബൈ 5 ചെയ്യുവാണെങ്കിൽ അപ്പുറത്തും 20 ബൈ എന്ത് ചെയ്താൽ മതി, 5. അപ്പോൾ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലും വളരെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ് ഈ പറയുന്നത്. ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. പക്ഷെ എന്ത് ചെയ്താലും ഇക്വേഷന്റെ രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അത് ബേസിക് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം, എഴുതിയെടുക്കാം. ഇനി അടുത്തത് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് വരുന്ന ഒരു സിറ്റുവേഷനെ പറ്റി പറയുകയാണ്. In a one-day international cricket match between India and Sri Lanka played in Nagpur. അതായത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുവാണ്. Two batsmen together scored 176 runs. രണ്ട് ബാറ്റ്സ്മാൻമാർ എന്ത് ചെയ്തു, ഒരുമിച്ച് 176 റൺസ് സ്കോർ ചെയ്തു. Express this information in the form of an equation. ഈ ഇൻഫോർമേഷനെ ഒരു ഇക്വേഷനാക്കി എഴുതാൻ. അപ്പോൾ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നടക്കുന്ന ഒരു മാച്ചിൽ രണ്ട് ബാറ്റ്സ്മാൻമാരെ എന്ത് ചെയ്തു, 176 റൺസ് സ്കോർ ചെയ്തു. അതും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരാണ്. സോ നമുക്കിവിടെ ആരെങ്കിലും ഒരാൾ സ്കോർ ചെയ്ത റണ്ണ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു, പക്ഷെ അതില്ല. സോ ഹിയർ യു ക്യാൻ സീ ദാറ്റ് ദ സ്കോർ ഓഫ് നെയ്തർ ഓഫ് ദം ഈസ് നോൺ. രണ്ടുപേരുടെയും സ്കോർ അറിയില്ല. Therefore there are two unknown quantities. രണ്ടും unknown quantities ആണ്. പക്ഷെ ഒരു കാര്യം അറിയാം, രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടണം, 176 കിട്ടണം. So let us use x and y to denote them. So the number of runs scored by the one of the batsman is x. ആദ്യത്തെ ഒരു ബാറ്റ്സ്മാൻ x റൺസ് സ്കോർ ചെയ്തെങ്കിൽ അനദർ ബാറ്റ്സ്മാൻ എത്ര റൺസ് സ്കോർ ചെയ്യുന്നു പറയാം, y. രണ്ടുപേരും കൂടെ ഒരുമിച്ച് x+y is equal to 76. അതായത് രണ്ട് ബാറ്റ്സ്മാൻമാര്, ഫസ്റ്റ് ബാറ്റ്സ്മാനും സെക്കൻഡ് ബാറ്റ്സ്മാനും കൂടെ സ്കോർ ചെയ്ത റണ്ണാണ് 176 എന്ന് പറയുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും സ്കോർ അറിയാത്തതുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് റൺസ് സ്കോർഡ് ബൈ എക്സ് എന്തായിട്ട് കൊടുക്കാം, റൺസ് ഓഫ് എന്ത് ഫസ്റ്റ് ബാറ്റ്സ്മാൻ എന്നും വൈ എന്ന് പറഞ്ഞാൽ റൺസ് ഓഫ് എന്ത് സെക്കൻഡ് ബാറ്റ്സ്മാൻ എന്നും കൊടുക്കാം. സോ നമുക്ക് എഴുതാം x+y is equal to എത്ര, 176. ഇങ്ങനെയാണ് ഈ സിറ്റുവേഷൻ നമ്മൾ ലീനിയർ ഇക്വേഷനിലേക്ക് ആക്കുന്നത്. സോ ഇത് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് ആയിട്ടുണ്ട്, 2 വേരിയബിൾസ്. സോ രണ്ടിന്റെ വാല്യൂ നമുക്ക് എന്തില്ല, അറിയില്ല. ഇതാണ് ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ. 2 വേരിയബിൾസ് വരുന്ന ഒരു ലീനിയർ ഇക്വേഷൻ എക്സാമ്പിൾ ആണിത്. ഇറ്റ് ഈസ് എ കസ്റ്റമറി to denote the variable in such equations by x and y. So customary means ഇതൊരു പതിവാണ് എന്ത്, ഈ ലീനിയർ ഇക്വേഷൻസിനെ എക്സിലും വൈയിലും എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ബട്ട് അതർ ലെറ്റേഴ്സ് മേ ഓൾസോ ബി യൂസ്ഡ്. അതർ ലെറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 ടെക്സ്റ്റിൽ കിടക്കുന്നത് 1.2s പ്ലസ് 3t 1.2s plus 3t is equal to 5, p plus 4q is equal to 7, pi u plus 5v is equal to 9, 3 is equal to root 2x minus 7y. സോ അങ്ങനെ കുറെ ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ ഈ ഇക്വേഷൻസിൽ വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? അതായത് ഇവിടെ ഒരു എസ് ഉണ്ട്, എസും ടിയും ആണ് വേരിയബിൾസ്, പിയും ക്യൂ ആണ് വേരിയബിൾസ്, യുവും വിയും ആണ് എന്തോ വേരിയബിൾസ്. അപ്പൊ പൈ എന്താന്ന് ചോദിച്ചാൽ പൈനെ നമ്മൾ 3.14 എന്നോ അല്ലെങ്കിൽ 22/7 അപ്രോക്സിമേറ്റ്ലി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. സോ ഇവിടെ എക്സും വൈയും ആണ് എന്ത്, വേരിയബിൾസ്.
അപ്പം ലീനിയർ ഇക്വേഷൻ, എക്സാമ്പിൾ ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സാമ്പിൾസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും വേണമെങ്കിൽ എഴുതി വെക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ ഡെഫിനിഷനാണ് വരാൻ പോകുന്നത്. എന്തിന്റെ ഡെഫിനിഷൻ? ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസിന്റെ ഡെഫിനിഷൻ വരാൻ പോവാണ്. സോ ഡെഫിനിഷൻ ഇതാണ്, ഇത്രയുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. അപ്പൊ നിങ്ങൾ ഹെഡിങ് എഴുതിയേക്കുക ലീനിയർ എന്ത് ഇക്വേഷൻസ് ഇൻ എന്ത് 2 വേരിയബിൾസ്. അപ്പൊ ഇങ്ങനെ ഷോർട്ടായിട്ട് എഴുതരുത്, നിങ്ങൾ എന്ത് ചെയ്യണം, ഫുൾ ആയിട്ട് എഴുതണം. ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. സോ എനി ഇക്വേഷൻ വിച്ച് ക്യാൻ ബി പുട്ട് ഇൻ ദ ഫോം ഓഫ് എനി equation is of the form, any equation is of the form ax plus by plus c is equal to 0, where a comma b comma c are in the real numbers. A comma b comma c are real numbers. A b are not both 0. A comma b are നോട്ട് എന്ത് ബോത്ത് 0. രണ്ടും ഒരുമിച്ച് 0 ആകാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. ഈസ് കാൾഡ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ. ഈസ് കാൾഡ് ലീനിയർ ഇക്വേഷൻ ഇൻ എന്ത് 2 വേരിയബിൾ. അപ്പൊ ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ എന്ന് വെച്ചാൽ എനി ഇക്വേഷൻ ഈസ് ഓഫ് ദ ഫോം ax, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ax പ്ലസ് by പ്ലസ് c is equal to 0. അപ്പൊ ഇവിടുത്തെ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഇവിടുത്തെ വേരിയബിൾസ്? എക്സും വൈയും ആണ് എന്ത് ഇവിടുത്തെ വേരിയബിൾസ് എന്ന് പറയുന്നത്. എയും ബിയും സി എന്താ നമ്പേഴ്സ് തന്നെയാണ്, റിയൽ നമ്പേഴ്സ് തന്നെയാണ്. സോ എ ആൻഡ് ബി ആൻഡ് സി ആർ റിയൽ നമ്പേഴ്സ്. എ ആൻഡ് ബി നോട്ട് ബോത്ത് 0. അതായത് എയും ബിയും കൂടെ ഒരുമിച്ച്, അല്ലെങ്കിൽ എയും ബിയും കൂടെ ഒരുമിച്ച് 0യോ അല്ലെങ്കിൽ എയോ ബിയോ ഏതെങ്കിലും ഒരെണ്ണോ എന്ത് ചെയ്യാൻ പാടില്ല, 0 ആകാനായിട്ട് പാടില്ല. രണ്ടും 0 ആകാൻ പാടില്ല. കാര്യം ഏതെങ്കിലും ഒരെണ്ണം 0 ആയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇപ്പൊ എ 0 ആയാൽ 0x പ്ലസ് by പ്ലസ് c is equal to 0. ദാറ്റ് ഈസ് by പ്ലസ് ഒരു കോൺസ്റ്റന്റ് ആണ്, c is equal to 0. അപ്പൊ ഒരു വേരിയബിളേ ഉള്ളൂ അവിടെ, y. അപ്പൊ അത് ലീനിയർ ഇക്വേഷനിൽ 1 വേരിയബിൾ ആവും. അതുകൊണ്ടാണ് രണ്ടും 0 ആവാൻ പാടില്ല എന്ന് പറയുന്നത്. ഈസ് കാൾഡ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ. അപ്പൊ ഇത്രേ ഉള്ളൂ ലീനിയർ ഇക്വേഷന്റെ ജനറൽ ഫോം ax പ്ലസ് by പ്ലസ് c is equal to എന്ത് c. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഓർത്ത് വെച്ചേക്കാനുള്ള എന്താ പറയാ ഇൻഫോർമേഷൻ. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. സോ ഇത്രയും കാര്യങ്ങളാണ്. ഇത് എഴുതിയെടുത്തണം കേട്ടോ, വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഇത് എഴുതിയെടുത്തേക്കണം. സോ നമുക്കിനി എന്ത് ചെയ്യാം, നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോവാം. സോ ലീനിയർ ഇക്വേഷന്റെ അതുകൊണ്ട് ലീനിയർ ഇക്വേഷന്റെ പ്രത്യേകത വെച്ചാൽ ലീനിയർ ഇക്വേഷൻ ഹാവിംഗ് ഡിഗ്രി 1. ലീനിയർ ഇക്വേഷന്റെ ഒരു പ്രത്യേകത പറയാൻ മറന്നുപോയി. ഇപ്പം ax പ്ലസ് by പ്ലസ് c is equal to 0. ഈ എക്സിന്റെ വൈയുടെ എല്ലാം പവർ എത്രയാണ്? 1 ആണ്. ഡിഗ്രി എത്രയാണ്? 1 ആണ്. അടുത്ത എക്സസൈസ്, അടുത്ത പേജ് നമ്പർ 67 എക്സാമ്പിൾ 1 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ ഏതാണ്? 67. അപ്പൊ എല്ലാവരും പേജ് നമ്പർ 67 എടുക്കുക. എക്സാമ്പിൾ 1. റൈറ്റ്, നിങ്ങൾ എന്റെ കൂടെ എഴുതിക്കോ. റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ഇൻ ദ ഫോം ഓഫ് ax പ്ലസ് by പ്ലസ് c. സോ ഇവിടെ എഴുതാം നമുക്ക്. റൈറ്റ് ഇൻ ദി ഫോം ഓഫ് എന്ത് ax പ്ലസ് by പ്ലസ് c is equal to എത്ര? 0. ആൻഡ് ഇൻഡിക്കേറ്റ് ദ വാല്യൂസ് ഓഫ് a, b ആൻഡ് c. ആൻഡ് ഇൻഡിക്കേറ്റ് മീൻസ് എടുത്ത് എഴുതുക. ഇൻഡിക്കേറ്റ് എന്ത് a, b ആൻഡ് എന്ത് c. a, b ആൻഡ് എന്ത് c. അതായത് കുറെ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ ax പ്ലസ് by പ്ലസ് c is equal to 0 എന്നുള്ള ഫോർമാറ്റിലേക്ക് ആക്കണം. അതിനുശേഷം എയും ബിയും സിയും എന്ത് ചെയ്യണം? എടുത്തെഴുതണം. ഫസ്റ്റ് കേസ് ഇതാണ്, ശ്രദ്ധിക്കുക. 2x പ്ലസ് 3y is equal to 4.37. സോ അപ്പൊ അതിന്റെ ആൻസർ ഇങ്ങനെയാണ്. ആദ്യം എക്സ് ടൈം അല്ലെ 2x, പിന്നെ y ടൈം ഓക്കെ ആണ്. ഇതിനെ ലെഫ്റ്റിൽ കൊണ്ടുവരണം. മൈനസ് 4.37 is equal to എന്താ? 0. സോ 4.37 ലെഫ്റ്റിൽ വരുമ്പോൾ മൈനസ് 4.37. ഇവിടുത്തെ എ എന്ന് പറഞ്ഞ ഏതാണ്? 2 ആണ്. ബി എന്ന് പറഞ്ഞ ഏതാണ്? വൈയുടെ കൂടെ നിൽക്കുന്നത് 3. സി കോൺസ്റ്റന്റ് ടേം എത്രയാണ്? മൈനസ് 4.37. അപ്പൊ ഓർക്കുക, ഇവിടെ എല്ലാം പ്ലസ് ആണ്, അവിടെ മൈനസ് വരുന്നെങ്കിൽ അതും കൂടി എടുത്തോണം.
So here A is equal to 2, B is equal to 3, C is equal to minus 4.37. First of all, ഇതിനെ AX plus BY plus C is equal to 0 എന്നുള്ള ഫോമിലേക്ക് മാറ്റി പിന്നെ എയും ബിയും സിയും എന്ത് ചെയ്തു നമ്മൾ എഴുതിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ്. എക്സ് മൈനസ് √3y മൈനസ് 4 is equal to 0. അത് ഓൾറെഡി AX plus BY plus C എന്നുള്ള ഫോമിലാണ്. കാര്യം എക്സ് ടേം y ടേം പിന്നെന്താ കോൺസ്റ്റന്റ് ടേം കറക്റ്റ് ഓർഡറിലാണ്. സോ ഹിയർ A is equal to എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ ഒന്നുമില്ലെങ്കിൽ 1 കൊടുക്കുക, വൈയുടെ കോഎഫിഷ്യന്റ് മൈനസ് √3, എന്താണ് കോൺസ്റ്റന്റ് സി എന്ന് പറഞ്ഞാൽ എത്ര മൈനസ് 4. അപ്പൊ ഈ കോഎഫിഷ്യന്റ് എന്താന്നൊക്കെ ഉള്ളത് നമ്മൾ പോളിനോമിയൽസിൽ പഠിച്ചിട്ടുണ്ട്. എക്സിന്റെ കോഎഫിഷ്യന്റ് 1, വൈയുടെ കോഎഫിഷ്യന്റ് മൈനസ് √3, കോൺസ്റ്റന്റ് ടൈം ലാസ്റ്റ് എടുക്കുന്ന ടൈം എത്ര മൈനസ് 4. ഇത്രയാണ് എന്താ ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ കുറെ എക്സാമ്പിൾസ് ഉണ്ട് ചെയ്യുക. 5x മൈനസ് 3y മൈനസ് 4 is equal to 0. അത് എക്സാമ്പിൾ 3 കിടപ്പുണ്ട്, അത് നിങ്ങൾ ചെയ്തേക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് 2x is equal to y. അപ്പൊ അതിനെ ഈ ഫോമിലേക്ക് ആക്കണം. അപ്പൊ yനെ ലെഫ്റ്റിൽ കൊണ്ടുവരുമ്പോ 2x മൈനസ് y കോൺസ്റ്റന്റ് ഇല്ലല്ലോ, അപ്പൊ നമുക്ക് കോൺസ്റ്റന്റ് ഇല്ലാത്തതുകൊണ്ട് പ്ലസ് 0 is equal to 0 എന്ന് കൊടുക്കാം, പ്രശ്നമില്ല. അപ്പം a എത്രയാണ്? a is equal to 2, b is equal to yയുടെ കോഎഫിഷ്യന്റ് മൈനസ് 1, കോൺസ്റ്റന്റ് ടൈം എന്താണ് 0. സോ ഇത്രേ ഉള്ളൂ. ആദ്യമേ ജനറൽ ഫോമിലേക്ക് ആക്കി, പിന്നെ അതിനുശേഷം എന്താണ് ജനറൽ ഫോം മീൻസ് AX plus BY plus C is equal to 0 എന്നാക്കി. പിന്നെ അതിനെ എന്ത് ചെയ്തു, നമ്മുടെ എയും ബിയും സിയും എല്ലാം എഴുതി. അപ്പൊ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തതിനു ശേഷം ഇത് എന്ത് ചെയ്യുക, എഴുതി എടുക്കുക. ഇനി അതിന് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തോന്നുന്നത് ഞാൻ പറഞ്ഞുതരാം. ഒരു ക്വസ്റ്റ്യൻ അതിന് എക്സൈസ് 4.1 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ശരിക്കും എക്സൈസ് 4.1 ക്വസ്റ്റ്യൻ നമ്പർ 2 അല്ലേ, നോക്കട്ടെ. ഓക്കെ, 1 നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എക്സൈസ് 4.1 ക്വസ്റ്റ്യൻ നമ്പർ 2, അതും സെയിം തന്നെ, എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് എന്ത് AX plus BY plus C is equal to 0 and എന്താ ഇൻഡിക്കേറ്റ് A and B and C. സോ നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2x plus 3y is equal to 9.35 bar. സോ ഇത് 5 റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആണ്, ഒന്നുമില്ല. 2x plus 3y ഇതിപ്പുറത്ത് വരുമ്പോൾ മൈനസ് 9.35 bar is equal to 0. A is equal to 2, B is equal to 3, C is equal to minus 9.35 bar. അത് അതേപോലെ ഇട്ട് കൊടുത്താൽ മതി, പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എക്സ് മൈനസ് വൈ ബൈ 5 മൈനസ് 10 is equal to 0. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. A is equal to, ഇത് ജനറൽ ഫോമിൽ തന്നെയാണ്, A is equal to 1, അതുകൊണ്ട് മാറ്റണ്ട. B എന്ന് പറഞ്ഞാൽ മൈനസ് 1/5 ആണ്. കാര്യം ഇത് ഈ മൈനസ് y/5നെ നമുക്ക് എന്ത് എഴുതാം, മൈനസ് 1/5 ഇൻറ്റു y എന്ന് എഴുതാം. സോ വൈയുടെ കോഎഫിഷ്യന്റ് മൈനസ് 1/5 ആണ്. സി എന്ന് പറഞ്ഞാൽ എത്രയാണ്, മൈനസ് 10 ആണ്. സോ അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, മൈനസ് 2x പ്ലസ് 3y is equal to 6. ഇതിലൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, ഈസിയാണ്. ആദ്യം എക്സ് ടേം, പിന്നെ എത്ര y ടേം, 6 ഇപ്പുറത്തോട്ട് മൈനസ് 6 is equal to 0. So A is equal to 2, B is equal to 3, C is equal to minus 6. ഇത് വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എഴുതിയെടുക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ള ടൈപ്പ് തന്നെയാണ്. ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് x is equal to 3y, അത് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. x minus 3y, പിന്നെ ഒരു കോൺസ്റ്റന്റ് 0 is equal to 0, എയും ബിയും സിയും എഴുതാവുന്നേ ഉള്ളൂ ഇതിനകത്തുനിന്ന്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, അതെല്ലാം സിമ്പിൾ ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓൾറെഡി നമ്മൾ ആ എക്സാമ്പിളിനകത്ത് ചെയ്ത തന്നെയാണിത്. എന്താണ്, 2x is equal to minus 5y. x is equal to minus 5y. എക്സൈസ് 4.1 ക്വസ്റ്റ്യൻ നമ്പർ 2 ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ 2x ഈ മൈനസ് 5y ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 5y, പിന്നെ ഒരു 0 ഇട്ട് കൊടുക്കുക, is equal to 0. A is equal to 2, B is equal to 5, കോൺസ്റ്റന്റ് ടൈം എന്ത് 0. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 3x plus 2, ഇതൊന്ന് ശ്രദ്ധിച്ചോണം. 3x plus 2 is equal to 0. ഇവിടെ ആർക്കെങ്കിലും ഒക്കെ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്, അപ്പൊ അത് ശ്രദ്ധിക്കാൻ വരും. ഇവിടെ
ആദ്യം എക്സ് ടേം എഴുതി, വൈ ടേം ഉണ്ടോ ഇവിടെ? ഇല്ല, നമുക്ക് ജനറൽ ഫോമിൽ എഴുതണം. സോ ഇതിനെ വൈ ടേം ഇല്ലാത്തതുകൊണ്ട് 0y plus 2 is equal to 0. So a is equal to 3, b is equal to 0, constant term 2. സോ ഏതെങ്കിലും ഒരു ടേം എക്സോ വൈയോ ടേം ഇല്ലെങ്കിൽ അവിടെ 0 ഇട്ട് കൊടുക്കുക. ഏതെങ്കിലും ഇല്ലെങ്കിൽ എക്സ് ടേം ഇല്ലെങ്കിൽ 0x ഇടുക, വൈ ടേം ഇവിടെ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ 0y ഇടുക, കോൺസ്റ്റന്റ് ഇല്ലെങ്കിൽ ആ 0 ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എഴുതാം. എന്താണ്? y minus 2 is equal to 0. അപ്പൊ ഇവിടെ എക്സ് ടേം ഇല്ല. സോ അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 0x plus y minus 2 is equal to 0. So a is equal to 0, b is equal to 1, c constant term c is equal to എന്താണ്? -2. അപ്പൊ ഇത്രേ ഉള്ളൂ. കുറെ ഇക്വേഷൻസ് നമുക്ക് തന്നിരുന്നു. ആ ഇക്വേഷൻസിനെല്ലാം നമ്മൾ ഫസ്റ്റ് ചില ഇക്വേഷൻസ് ഓൾറെഡി ജനറൽ ഫോമിൽ കിട്ടിയിരുന്നു. ഈ കിട്ടാത്തതിനെ നമ്മൾ ജനറൽ ഫോമിലേക്ക് ആക്കിയതിനു ശേഷം എയും ബിയും സി എടുത്ത് എഴുതി. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതെങ്കിലും ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഇതെന്ത് ചെയ്യാം? എഴുതിയെടുക്കാം. ഇനി നമ്മൾ ആ സ്കിപ്പ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എക്സസൈസ് 4.1 ക്വസ്റ്റ്യൻ നമ്പർ 1 അത് നമ്മൾ സ്കിപ്പ് ചെയ്തായിരുന്നു. ദ കോസ്റ്റ് ഓഫ് എ നോട്ട്ബുക്ക് ഈസ് ട്വൈസ് ദ കോസ്റ്റ് ഓഫ് എ പെൻ. സോ അപ്പൊ ഒരു ബുക്കിന്റെ കോസ്റ്റ് ഉണ്ട്. കോസ്റ്റ് ഓഫ് എ ബുക്ക് ഈസ് എന്തെന്ന്? ട്വൈസ് ദ കോസ്റ്റ് ഓഫ് എ പെൻ. അപ്പം റൈറ്റ് ദ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ടു റെപ്രസെന്റ് ദിസ് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷൻ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ എഴുതണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ എഴുതുവാണ്? ദ കോസ്റ്റ് ഓഫ് എ നോട്ട്ബുക്ക് ഈസ് ട്വൈസ് ദി കോസ്റ്റ് ഓഫ് എ എന്ത്? പെൻ. അപ്പൊ നോട്ട്ബുക്കിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാല് ട്വൈസ് ഓഫ് എ പെൻ, അതായത് പെന്നിന്റെ കോസ്റ്റിന്റെ ഡബിൾ ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കാര്യം ആലോചിച്ച് നോക്കാം. കോസ്റ്റ് ഓഫ് എ നോട്ട്ബുക്ക് ഈസ് ട്വൈസ് ദ നോട്ട്ബുക്ക് കോസ്റ്റ് ഓഫ് എ പെൻ. അപ്പൊ പെന്നിന്റെ വിലനെ ഡിപ്പെൻഡ് ചെയ്താണ് ആരിയിരിക്കുന്നത്? ബുക്കിന്റെ വില. സോ ഇഫ് പെന്നിന് 10 രൂപയാണെങ്കിൽ ബുക്കിന് എത്ര ആയിരിക്കും? ട്വൈസ് ഓഫ് 10, ദാറ്റ് ഈസ് 20. ക്ലിയർ ആയോ? സോ കോസ്റ്റ് ഓഫ് എ നോട്ട്ബുക്ക് ഈസ് ഓൾവേസ് എന്ത്? ട്വൈസ് ദ കോസ്റ്റ് ഓഫ് എ പെൻ. സോ പെന്നിന്റെ കോസ്റ്റ് ഉണ്ടെങ്കിലേ ബുക്കിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ പെന്നിന് ഒരു 100 രൂപ ആണെങ്കിൽ 50 രൂപ ആണെങ്കിലോ ബുക്കിന് എത്രയായിരിക്കും? 100 രൂപ, ട്വൈസ് ആയിരിക്കും. ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ്. പക്ഷെ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ പോരാ. എങ്ങനെ? റെപ്രസെന്റ് ഇൻ ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ. അവർ ക്ലൂവിൽ പറഞ്ഞിട്ടുണ്ട്, ടേക്ക് എക്സ് ഈസ് ദ കോസ്റ്റ് ഓഫ് ബുക്ക്, y is the cost of pen. സോ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും എന്ത്? കോസ്റ്റ് ഓഫ് എന്ത്? ബുക്ക് എന്താണ്? എക്സ് റുപ്പി ആണെങ്കിലും ബുക്ക് എത്രയിലും റുപ്പീസ് എത്ര? എക്സ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് എന്ത്? പെൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? റുപ്പി വൈ. സോ കോസ്റ്റ് ഓഫ് ബുക്ക് റുപ്പീസ് എക്സും കോസ്റ്റ് ഓഫ് പെൻ റുപ്പി വൈയും ആണെന്ന് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. സോ ഈ സിറ്റുവേഷൻ നമുക്ക് ഇവിടെ വരാം. ഇതല്ലേ എളുപ്പം കാര്യം. എന്താണ് ഞാൻ പറഞ്ഞത്? പെന്നിന്റെ വില അനുസരിച്ചാണ് ബുക്കിന്റെ വില പോകുന്നത്. അപ്പൊ ഇവിടെ പെന്നിന്, അപ്പൊ ഇവിടെ നമുക്ക് എഴുതി നോക്കാം. പെന്നിന് എക്സ് കൊടുക്കുവാണെങ്കിൽ ബുക്കിന് എത്രയായിരിക്കും? നമ്മൾ പറഞ്ഞനുസരിച്ച് എത്രയായിരിക്കും? 2x ആയിരിക്കും. 2x ആയിരിക്കും ബുക്കിന്റെ വില. സോ ഇത് നമുക്ക് എങ്ങനെ ലീനിയർ ഇക്വേഷനിൽ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞാല് നോക്കുക. Okay. Cost of a book is equal to x. Cost of a pen is equal to 2y. So ബുക്കിന്റെ പ്രൈസ് നമുക്ക് 2x എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എഴുതാം ബുക്കിന്റെ പ്രൈസ് നമുക്ക് എന്തെന്ന് എഴുതാം? കോസ്റ്റ് ഓഫ് എ പെൻ അല്ലേ? കോസ്റ്റ് ഓഫ് എ പെൻ സോ അപ്പൊ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമുക്ക് ബുക്കിന് എക്സും പെന്നിന് എന്തുവാ? വൈയും ആണ്. സോ നമുക്ക് പെന്നിന്റെ വില ഇട്ട് കൊടുക്കാം. പെന്നിന് നമ്മൾ വൈ ഇട്ടാല് ബുക്കിന് എത്ര ആയിരിക്കും? ഇതിന്റെ ഡബിൾ. സോ പെന്നിന് 10 ഇട്ടപ്പോ നമുക്ക് എന്ത് വന്നായിരുന്നു?
ബുക്കിന് 20. പെന്നിന് 50 ഇട്ടപ്പോൾ ബുക്കിന് എത്ര 100. സോ പെന്നിന് y ഇട്ടാൽ എന്തോ അതിന്റെ ഡബിൾ 2y. സോ ബുക്കിന്റെ വില എന്തെന്നും പറയാൻ പറ്റും 2y. സോ ബുക്കിന്റെ വില ഓൾറെഡി x ആണ്. സോ നമുക്കിവിടെ എഴുതാൻ പറ്റും കോസ്റ്റ് ഓഫ് ബുക്ക് ഇസ് ഈക്വൽ ടു ഒന്നുകിൽ x എന്ന് പറയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാൻ പറ്റും 2y. x ഇസ് ഈക്വൽ ടു 2y. സോ അപ്പൊ ഇതിനെ ഇക്വേഷൻ ആക്കാം x മൈനസ് 2y ഇസ് ഈക്വൽ ടു എത്ര 0. അപ്പൊ ഇത് മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വീഡിയോ ബാക്ക്ഗ്രൗണ്ട് അടിച്ചതിന് ശേഷം കണ്ടു നോക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അതായത് ഇവര് പറഞ്ഞേക്കുന്നത് കോസ്റ്റ് ഓഫ് ബുക്ക് എന്തെന്ന് എടുക്കണം x എന്നും കോസ്റ്റ് ഓഫ് പെൻ എന്തെന്ന് എടുക്കണം y-യും എന്ന് എടുക്കണമെന്നാണ് ഇവര് പറഞ്ഞിരിക്കുന്നത്. ബുക്കിന് x എന്നും പെന്നിന് y. സോ ഇവര് പറഞ്ഞേക്കുന്നത് കോസ്റ്റ് ഓഫ് എ നോട്ട്ബുക്ക് ഈസ്, നോട്ട്ബുക്കിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാല് എന്തെന്നും പറയാം ട്വൈസ് ദ കോസ്റ്റ് ഓഫ് എ പെൻ. ഈ പെന്നിന്റെ വിലയുടെ ഡബിൾ ആണ് എന്ത് ബുക്കിന്റെ വില. സോ പെന്നിന്റെ വില y ആണെങ്കിൽ അതിന്റെ ഡബിൾ എന്തുവാ y. സോ കോസ്റ്റ് ഓഫ് എ ബുക്കിന് x എന്നും പറയാം, എന്തെന്നും പറയാം 2y, പെന്നിന്റെ വിലയുടെ ഡബിൾ എന്നും പറയാൻ പറ്റും. സോ നമുക്ക് എന്ത് എഴുതാം, ഈ x ഇക്വൽ ടു 2y എന്ന് എഴുതാം. കാര്യം എന്താ, ഇവിടെയും കോസ്റ്റ് ഓഫ് എന്ത് ബുക്ക് എന്ന് തന്നെയാണ് എഴുതാൻ പറ്റുന്നത്. സോ അങ്ങനെ രണ്ട് സൈഡിന്റെ ലെഫ്റ്റ് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ റൈറ്റ് സൈഡുകൾ എന്താന്ന് പറയാൻ പറ്റും ഈക്വൽ. സോ x ഇസ് ഈക്വൽ ടു 2y. അതായത് x എന്ന് വെച്ചാൽ ബുക്കിന്റെ വിലയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തുവാ ട്വൈസ് ദ കോസ്റ്റ് ഓഫ് എ പെൻ, പെന്നിന്റെ വിലയുടെ ഡബിൾ ആണ്. ക്ലിയർ ആണല്ലോ. സോ ഇത് നമുക്ക് എങ്ങനെ ഇക്വേഷൻ ആക്കാം, x മൈനസ് 2y കോൺസ്റ്റന്റ് പ്ലസ് 0 ഇസ് ഈക്വൽ ടു 0. അങ്ങനെ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, x മൈനസ് 2y ഇസ് ഈക്വൽ ടു 0. ഈ സിറ്റുവേഷന് ഇങ്ങനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിളിലേക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അപ്പൊ നമ്മൾ ഈ സെക്ഷന് പഠിച്ച ഇത്രയാണ്. ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന ചാപ്റ്റർ തുടങ്ങി. അപ്പൊ അതിൽ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിട്ടുള്ള ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ അതിന്റെ സൊല്യൂഷനെ പറ്റി പറഞ്ഞു. അങ്ങനെ കുറെ കാര്യങ്ങൾ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യുന്നത്, എന്തിനാണ് ഈ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും ഫസ്റ്റ് എക്സസൈസും നമ്മൾ ഫുള്ളും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് എക്സസൈസിൽ മെയിൻ ആയിട്ടും കിടക്കുന്നത് ഒരു ഇക്വേഷൻ കിടപ്പുണ്ട്, അതിനെ നമ്മൾ എന്ത് ഫോമിലോട്ട് ആക്കാൻ, ജനറൽ ഫോം ax പ്ലസ് by പ്ലസ് c ഇസ് ഈക്വൽ ടു 0 എന്ന ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നു. ഓക്കെ, ഒരു വേർഡ് പ്രോബ്ലം ചെയ്തു. സോ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. സോ നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. നമ്മൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു പ്രാവശ്യം കണ്ടതിന് ശേഷം അതങ്ങ് വിട്ട് കളയാതെ പിന്നീട് ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം കൂടി എന്ത് ചെയ്യുക, ഇത് കാണാനായിട്ട് ശ്രമിക്കുക. നോട്ട്സ് കൃത്യമായിട്ട് എഴുതുക. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നല്ലപോലെ വായിച്ചു നോക്കുക. അഡീഷണൽ പ്രോബ്ലംസ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് വെച്ച് ചെയ്ത് നോക്കാം. സോ ഇടയ്ക്ക് വെച്ച് റിവിഷൻ ചെയ്യുക. അത്രയാണ് ഇതിന്റെ ടെക്നിക്ക് എന്ന് പറഞ്ഞത്. റിവിഷൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ നിന്ന് ഇത് പോകും. ഓക്കെ, താങ്ക് യു.